ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കറ്റാർ വാഴ കൃഷി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ക്ലീനിങ്ങും കൂടെ. ഓക്കെ, അയ്യോ, അപ്പം ഞങ്ങളിതാ കറ്റാർ വാഴ എന്ത് പരിവായെന്ന് നോക്കാൻ പോവുകയാണ്. അതായത് കുറേ മാസങ്ങളായി ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചിട്ട്. അപ്പം എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മണ്ടയിൽ എന്തായെന്ന് നോക്കാം. ആഹാ, ഇല്ല, നല്ല കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇത് പണ്ട് ഞാൻ ഒരു തൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു തൈ പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്ത് പല ചാക്കിലും പല ഇതിലായിട്ടൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഇങ്ങനെ വെച്ചതാണ്. പക്ഷേ ഇത് അന്നൊക്കെ ഞാൻ നല്ല ശ്രദ്ധിക്കുമായിരുന്നു. പിന്നീട് തിരക്കും കാര്യങ്ങളും മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം വലുതായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇതാ ഇപ്പോൾ കാട് പിടിച്ചിട്ടുണ്ട് സംഭവം. ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ ഇതാ ഭയങ്കര മോശമായിട്ട് നിൽപ്പുണ്ട്. ഈ ചെറിയ ഇല പോലെയൊക്കെ ആയിപ്പോയി എല്ലാം വളർന്നതൊക്കെ. അപ്പോൾ സംഭവം ഞാൻ വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ പിന്നെ ഇതിൽ മഞ്ഞളാണ് നട്ട് വെച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം ചെറിയ വേറെ ചെടികളൊക്കെ വളരുകയാണ്. അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ചില ഇതൊക്കെ കൊള്ളാം, നല്ല കൊഴുത്ത് നിൽപ്പുണ്ട്. ചിലതൊക്കെ കുട്ടി ഇലയായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഇനി ഇളക്കി കളഞ്ഞിട്ട് ഒറ്റ തൈയായിട്ട് വിട്ടാലേ ഇത് വളരത്തുള്ളൂ. പിന്നെ ഇത് കൊള്ളാം. ഇതിൽ ഈ ചെറുതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ വലുതങ്ങ് നിർത്തി വയ്ക്കണം. അപ്പം അതാണ് ലക്ഷ്യം. നിങ്ങൾക്കിത് ഫുൾ ഓവർ കാണിച്ചിരും കണ്ടോ. എല്ലാ സൈഡും കറ്റാർ വാഴയാണ് നട്ടേക്കുന്നത്. ഉണ്ടോ, ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ഒരുപാടായിപ്പോയത് കാരണം ഇലകളൊന്നും വലിയ ഹെൽത്തി ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇലകളോ തൈകളോ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പം ഞാനിതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശമുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ എന്തായാലും ഇതിപ്പോൾ ഞാൻ ഒറ്റ വലിയ തൈ വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വലിയ തൈ വിട്ടിട്ട് ബാക്കി കുഞ്ഞു തൈകളൊക്കെ ഇളക്കി കളയണമെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. ഞാൻ പലരോടും ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ നിറയെ വളർത്തി വിടാനായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നല്ലതായിട്ട് കിട്ടത്തില്ല ഇലകൾ. അപ്പോൾ ഒരു തൈയോ 2 തൈയോ വിട്ടിട്ട് ഇതിലുള്ള ഫുള്ളും എടുത്ത് കളയുകയാണെങ്കിൽ ആ ഇലയും ചെടിയും നന്നായിട്ട് കൊഴുത്ത് വളരും. അപ്പോൾ അതാണ് ബെനിഫിറ്റ്. നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഏറ്റവും ബെനിഫിറ്റ് കറ്റാർവാഴയുടെ ഇലകളാണ്. അത് പക്ഷേ നല്ല കൊഴുത്ത് കിട്ടിയാലേ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജെല്ല് കിട്ടത്തുള്ളൂ. അപ്പം ഞാനതൊന്ന് റെഡിയാക്കണം. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാം. ഇളക്കിക്കോ ചേട്ടാ ഓരോന്നായിട്ട്. ഇളക്കിയോ? നല്ല തൈ കേട്ടോ, കൊള്ളാവോ? പക്ഷേ ഇത് നടുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ പുതിയതായിട്ട് നടുമ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ കുറച്ച് ബ്ലാക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. അത് പഴയല്ല. അപ്പോൾ അത് ഇളക്കി കളഞ്ഞിട്ട് നടുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വളരും. പിന്നെ ഇതിൽ മാക്സിമം വളമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ അപ്പുറത്ത് എൻ്റെ കൊച്ചിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ അവർക്ക് പശുവിൻ്റെ ചാണകമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഇടുമായിരുന്നു. പിന്നെ ഈ കോഴിയുടെ ഇത്, പിന്നെ നമ്മൾ ഈ മുട്ടത്തോടുണ്ടല്ലോ, അതൊക്കെ ഏറ്റവും കൂടുതൽ ഇടുകയാണെങ്കിൽ ഇത് കയറി കൊഴുക്കും. മുട്ടത്തോടൊക്കെ നന്നായിട്ട് ഇത് കൊഴുക്കാൻ നല്ലതാണ് ഇലകൾ. അപ്പം ഞാൻ അതൊക്കെയാണ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് നാളെ കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, ആണ് വിഷയം. ഇത് നല്ല തൈയായിരുന്നു അല്ലേ? നല്ല തൈ. അത് കൊള്ളാം. ചെറുതായിട്ട് തട്ടുമ്പോൾ തന്നെ പൊട്ടുപോലെ പൊടിഞ്ഞു വരികയാണ്. നല്ല ചതയുള്ള തൈ. ചെറുതിലുണ്ടോ ഇത്രയും ചതയുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിത് മൊത്തം കളയുന്നില്ല. നല്ല തൈയായുണ്ട്. ഉണ്ടാ കോഴികൾക്ക് കൊള്ളാം. നമ്മൾ ഏകദേശം ഉള്ളതെല്ലാം നടും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം പരമാവധി നമ്മൾ നടും. ഓരോന്നായിട്ട് ഇളക്കാം. നമുക്ക് ആ വലിയ തൈ മാത്രം വിടാം ഇതിൽ. ആ വലിയ തൈ വിട്ടിട്ട് ബാക്കി കുഞ്ഞു തൈ എല്ലാം ഇളക്കാം. പതുക്കെ ഇളക്കിക്കോ. ഇപ്പോൾ ചെറിയ മഴ ഉള്ളതുകൊണ്ട് ഇളക്കാൻ വലിയ പ്രയാസമില്ല. നനവുണ്ടല്ലേ? നനവുണ്ട്, മഴയുണ്ടായിരുന്നല്ലോ. ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ തൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയെങ്കിലും കുറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് കുറേ കൂടെ ഉണ്ടായിരുന്നു.
ഒരു ചെറിയൊരു ബോട്ടിൽ തന്നെ ഇത്രയും തൈകൾ കിട്ടി, ഒരുപാട് തൈ കിട്ടി. കാണിക്കാം, ഒരു ചെറിയ പോട്ടിൽ നിന്ന് എത്ര തൈ കിട്ടും നോക്കാം. ഇത് എന്ന് നട്ടെന്ന് അറിയാവോ ചേട്ടന്? നമ്മുടെയൊക്കെ എൻ്റെ എൻഗേജ്മെൻറ്റ്, അതായത് നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് തന്നെ 2 വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ മാരേജ് ആയിരുന്നു. ആ കല്യാണത്തിന് നമ്മുടെ എൻഗേജ്മെൻറ്റിന് മുന്നേ നട്ടതാണ്. അങ്ങനെയല്ല, ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. വരും നോക്കും ഇങ്ങനെ. ഇത് അല്ലെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വരും, ഓരോ കളകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരുമ്പോൾ തന്നെ ഞാൻ എടുത്താൽ കളയും. അപ്പോൾ ഒരൊറ്റ ചെടിയായിട്ട് നിൽക്കുമ്പോൾ നല്ല കൊഴുത്ത് നല്ലതായിട്ട് നിൽക്കുമായിരുന്നു. എളുപ്പമുണ്ട്. ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. പിന്നെ വളമൊക്കെ ഒരുപാട് ഇടുമായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം നട്ടിട്ടതിനൊരു 5-6 വർഷമോ 5-6 വർഷത്തിന് മേലെയായി ഇത്രയും നട്ട് വെച്ചിട്ട്. ചെറിയൊരു കുട്ടി. അത് കൊള്ളാം. ഫസ്റ്റ് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? എനിക്കിത് കറ്റാർ വാഴ നടണമെന്ന് ആഗ്രഹം തോന്നി ഒരു തൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞാനെന്ത് ഡിവൈഡ് ചെയ്ത് എല്ലാത്തിലും അങ്ങ് നട്ട്. ഇത് ഒരൊറ്റ തൈ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുട്ടി കുട്ടി തൈ ഇത്രയോളം കിട്ടി. ഇത്രയും തൈ കിട്ടി. ഓക്കേ, ഇതൊക്കെ ഞാൻ ഇതിടാം, തൂണിടാം. അതാണ് ഞാൻ പറഞ്ഞത്, നനവ് കൊടുത്താൽ അത് മൂട്ടി നന്നായിട്ട് വരും. എന്ത് വേറെ പോയോ? ഈ മഞ്ഞ കളർ വരുന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു വിഷാംശമാണ്. നമ്മൾ ഈ സ്കിന്നിൽ ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഈ ഇല കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മഞ്ഞ ഫ്ലൂയിഡ് വരും. ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ സ്കിന്നിലും ഹെയറിലൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്താൽ മതി. അപ്പം അത് പോവും. അതൊരു വിഷാംശമാണ്. ഇത് സ്കിന്നിന് ഹെയറിനൊക്കെ പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കും. നല്ലതല്ല. അല്ല ബാക്കി അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിലിത്തിരി നല്ല ചെടികളുണ്ടല്ലേ, നല്ലത്. ഓക്കെ, ആരെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ നല്ല കൊഴുത്ത തൈകളെല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൽ കുട്ടി കുട്ടി തൈകൾ മാത്രം എടുക്കാം. കുട്ടിയെ നമുക്ക് വൃത്തിയാക്കി വിടാം. ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ പപ്പയും കൂടെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല വലിയ തൈകൾ. വലിയ തൈ ആണോ? അപ്പം വലിയ തൈയൊക്കെ വിട്ടേക്കാം. വലുത് മാത്രം. ആ കുട്ടി കുട്ടി തൈ അത്രയും മാറ്റാം. എരിഞ്ഞ് വളരണ്ട. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ഇതിനിത്തിരി നന്നായിട്ട് വളരണം. ഇത് നടുമ്പോഴും വേര് മാത്രമേ ഉള്ളിൽ പോകാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു മൂട് ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലോട്ട് നിന്നാലേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഈ കുട്ടി കുട്ടി അത്രയും മാറ്റാം. അപ്പം നന്നായിട്ട് സൺലൈറ്റ് ഒക്കെ കിട്ടും. ഞാൻ പക്ഷേ ഇത് അധികം വെള്ളം ഒഴിക്കാത്തതാണ്, എന്നിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനധികം വെള്ളം ആവശ്യമില്ല. നടുന്ന വരെ സൂര്യപ്രകാശവും ചെറിയൊരു തണലും മതി. അധികം വെയിലും പാടില്ല, ചെറിയൊരു തണലും അങ്ങനെയൊക്കെ മതി. ഞാൻ പണ്ട് ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമൊക്കെ വെള്ളം ഒഴിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോവും. ഞാൻ ആദ്യം എനിക്കിത് അറിയത്തില്ലായിരുന്നല്ലോ. ഫസ്റ്റ് കൊണ്ട് നട്ട ചെടികളെല്ലാം നശിച്ചു പോയി. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും, അങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ. പിന്നീടാണ് എനിക്ക് 2-3 പേര് പറഞ്ഞത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് അപ്പോഴാണ് അതിലുള്ളത് ഇങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട ഇതിന്, പിന്നെ സൺലൈറ്റൊക്കെ ചെറുതായിട്ട് മതി, അങ്ങനെ. ഇത് മതി. ഇതാകുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ ഇതിൻ്റെ ഈ മൂട് ഭാഗത്തൊക്കെ നല്ല സൺലൈറ്റ് കിട്ടും. സൺലൈറ്റ് കിട്ടുമ്പോൾ അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. ഓക്കെ, ഇപ്പോൾ 3 ആയിട്ടുണ്ട്. 3 നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇത്രയും കുട്ടി കുട്ടി തൈ കിട്ടി. ഇനി കുറച്ചും കൂടെ ഉണ്ട്, ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയും കൂടെ സെറ്റ് ചെയ്തെടുത്താൽ ഇന്ന് ഫുള്ള് നടക്കത്തില്ലായിരിക്കും ചേട്ടാ. നമുക്ക് പറ്റുന്ന അത്രയും ഇപ്പം ഒന്നും ചെയ്യാം. ഇന്ന് ഫുള്ള് നടക്കത്തില്ല, നല്ല വെയിലുമാണ് ഗൈസ്.
ഉണ്ടോ? നല്ല സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലാണ്. ഇപ്പോൾ ഒരു 11:30 ആയി കാണും അല്ലേ ടൈം? ആ സമയത്ത് നല്ല സൺലൈറ്റ് ആയിപ്പോൾ. നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ ആ സൈഡിലോട്ടൊക്കെ ചെറുതായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല സൺലൈറ്റ് വീഴുന്ന സ്ഥലമാണ്. ഈ സൈഡിന് ചെറിയൊരു മരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ തണലത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ചൂടാണ്. ഉണ്ടോ? പൊരിഞ്ഞ വെയിലത്ത് എൻ്റെ ചേട്ടൻ ഇരിക്കുന്നു. ഉണ്ടോ? അത് നല്ലതല്ലേ? നമുക്ക് നടാം. നല്ലതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നടാം. നടാം. ഓക്കെ. ഞാനിതിൽ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട്. ജ്യൂസ് നല്ലതാ. വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. ഗൈസ് അത് പോയി കാണുക കേട്ടോ. ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടത്തെ ജെല്ല് മാത്രം. വലിയ കയ്പില്ല ചേട്ടാ. ഞാനിന്ന് ഉണ്ടാക്കി തരാം. ചേട്ടാ കുടിച്ചു നോക്ക്. കയ്പില്ല. അതായത് നമ്മുടെ ഇളനീർ നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാ. പിന്നെ ഞാൻ നമ്മുടെ ഇളനീറുണ്ടല്ലോ, ഇളനീർ അധികം മധുരമില്ലാതെ നമ്മൾ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ? ആ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ലതാ, നല്ല ഹെൽത്തിയാ, ബോഡിക്കൊക്കെ നല്ലതാ, ഹെയറിന് എല്ലാത്തിനും നല്ലതാ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇനി ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.